ഏത് ടോപ്പിക്കിൽ നിന്നാണ് SSC GDക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക അറിയാമോ? ഏത് ടോപ്പിക്കുകളൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അത് നിങ്ങൾക്കറിയാമോ? ഇതൊന്നും അറിയാതെ നമ്മൾ അറ്റവും മൂലവും ഇല്ലാതെ യൂട്യൂബിലെ 4 ക്ലാസ് കണ്ട് പരീക്ഷ കോൺഫിഡൻസോടെ പോയി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഭൂരിഭാഗം കുട്ടികളും SSC GD ഫോക്കസ് ചെയ്യുന്ന ഭൂരിഭാഗം കുട്ടികളും ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് യൂട്യൂബിൽ കുറേ ക്ലാസ്സുകൾ കാണും, തലേ ദിവസമൊക്കെ ഇരുന്ന് കുറേ ക്ലാസ് കാണും. അതിലാരെങ്കിലുമൊക്കെ പറയും ഞാൻ ലാസ്റ്റ് ഡേ ക്ലാസ് കണ്ടിട്ടാണ് എനിക്ക് മാർക്ക് കിട്ടിയത്, അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് എന്നാൽ ലാസ്റ്റ് ഡേ ക്ലാസ് കണ്ടാൽ മതി എന്നൊക്കെ വിചാരിച്ച് പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും നോക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പോകും. അത് ആക്ച്വലി വലിയൊരു മണ്ടത്തരമാണ്. നിങ്ങളുടെ ഒരു അവസരം നഷ്ടപ്പെടുത്തുക. നമുക്കറിയാം ഏജ് വളരെ വലിയൊരു ഏജ് ലിമിറ്റുള്ള അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഏജ് ലിമിറ്റുള്ള ഒരു പരീക്ഷയാണത്. അപ്പോൾ ഉള്ള അവസരങ്ങളെ പ്രോപ്പറായി ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായി മൂവ് ചെയ്തേ പറ്റുള്ളൂ. ഒരു ചെസ്സ് കളിക്കുന്ന പോലെയാണ്. നമ്മൾ ആദ്യം ഏതൊക്കെ ടോപ്പിക്കുകൾ പഠിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ ഒരിക്കലും നിങ്ങൾ ചെറിയ സിമ്പിൾ ടോപ്പിക്കുകൾ ആദ്യം പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ഇനി അങ്ങോട്ട് എടുക്കേണ്ട സ്ട്രാറ്റജി. കാരണം നമ്മളെ മുന്നിൽ ഒരു പരമാവധി പോയാൽ 4 മാസം അല്ലെങ്കിൽ 5 മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ എങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പഠിക്കാം എന്നുള്ളത് നോക്കണം. അതിനിപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് അറിയണ്ടേ? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കുക. ഏതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ? നിങ്ങളെ മനസ്സിലേക്ക് അപ്പോൾ കുറേ ടോപ്പിക്കുകൾ വരും അല്ലേ? കുറേ മാത്സിൻ്റെ ടോപ്പിക്ക് വരും, GKൻ്റെ ടോപ്പിക്കൊക്കെ വരും. ഇതിൽ ഏതൊക്കെയാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഏതൊക്കെയാണ് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ. ഈ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് സാധാരണയായി ആവറേജ് ഒരു ഷിഫ്റ്റിൽ ചോദിക്കാറുണ്ട്. അപ്പം അത് നിങ്ങളുടെ ഒരു ഐഡിയയും കൂടെ കണക്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇതൊക്കെ തന്നെയാണോ പഠിക്കാൻ വിചാരിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ തന്നെയാണോ പഠിച്ച് തുടങ്ങിയത്? അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്ക് കൃത്യമായി ഉണ്ടാവണം. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ പോകുന്ന ആളുകളാണെങ്കിൽ, നാളെ പഠിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നാളേക്ക് വെക്കാണ്ടിരിക്കുക. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചെയ്യുക. ഓക്കെ, നമ്മൾ നാളെ നീളെ എന്ന് പറയുന്ന പോലെ നമ്മളെ ഭാവിയും അങ്ങനെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ അതിലൊന്നും ഉണ്ടാവില്ല, പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ഈ വീഡിയോ കഴിയുമ്പോൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. ഒരു സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് എത്ര ചെറിയ സ്റ്റെപ്പാണെങ്കിലും അത് ഇന്ന് എടുക്കാൻ തയ്യാറാവണം. നാളേക്ക് വെക്കും തോറും അതിൻ്റെ വീര്യം എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു എനർജി എന്ത് ചെയ്യും? കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഭാവിയിൽ 23 വയസ്സ് കഴിഞ്ഞ് സങ്കടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെ അവസ്ഥയിലേക്ക് നിങ്ങൾ പോവാണ്ടിരിക്കുക. അതിനുവേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായി ഓർത്തു വെക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായി ടോപ്പിക്കുകൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതെടുത്ത് പഠിക്കുക. ഓക്കെ, നമുക്ക് ടോപ്പിക്കുകളിലേക്ക് പോവാം. ഓരോരോ ടോപ്പിക്കുകൾ വെറുതെ ഒരു 30 ടോപ്പിക്ക് കാണിച്ചിട്ട് ഇതൊക്കെ അങ്ങ് പഠിച്ചാൽ മതി എന്ന് പറയല്ല. ഏത് ഓർഡറിലാണ്, ഏതാണ് പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞായിരിക്കും ഞാൻ തുടങ്ങുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ദിശ അക്കാദമി, നിങ്ങളെ കൂടെ എല്ലാ സമയത്തും നിന്നിട്ടുള്ള ദിശ അക്കാദമി നിലവിൽ അവസാനമായിട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓൺലൈൻ കോഴ്സിൽ ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയും എത്താത്ത ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, ഇതെങ്ങനെ ഒന്ന് സെറ്റ് ആക്കണം എന്നൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾ അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആണ്, എനിക്ക് സെറ്റാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും, മൂക്കിലൊരു 70 അടുത്തൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി വരുന്ന നമ്മളെ വീഡിയോസൊക്കെ കണ്ട്, നമ്മളെ ചാനൽ വീഡിയോസൊക്കെ കണ്ട് റിവൈസ് ചെയ്ത് നല്ല സ്കിഡിലായി മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി, അവരൊക്കെ ഒരുപാട് വെറീഡ് ആയിരുന്നു. കാരണം കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനലിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വേറൊന്നുമല്ല, ഈ കുട്ടികൾക്കൊക്കെ, പഴയ ബാച്ചിലെ കുട്ടികൾക്കൊക്കെ ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ടും ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയത്. അതുകൊണ്ടൊക്കെ കൂടെയാണ് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളിപ്പോൾ ഓൾറെഡി ഒരുപാട് ക്ലാസ്സുകൾ ഈ ചാനലിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ്, അതൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. നമ്മൾ വീണ്ടും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചതുണ്ട്. ബാക്കിയുള്ളത് പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ പുതിയതായിട്ടുള്ള ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ഫ്രഷ് റീസ്റ്റാർട്ട് തന്നെയാണ് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ദിശ അക്കാദമിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു വിധത്തിൽ ഭാഗമാവാൻ വേണ്ടി ശ്രമിക്കുക, ഭാഗമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഞാൻ ഏറ്റവും വെയിറ്റേജ് ഉള്ള ടോപ്പിക്ക് ഏറ്റവും ആദ്യം തന്നെ കാണിച്ചു തരാം. നമ്മൾ സർപ്രൈസ് ഒന്നുമല്ല, ഏറ്റവും വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾ ഏറ്റവും ആദ്യം കാണിച്ചു തന്നെ ഞാൻ തുടങ്ങാം. അത് വേറെ ആരുമല്ല, സ്റ്റാറ്റിക് GK ആണ്. സ്റ്റാറ്റിക് GK. ഓക്കെ, അപ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ മടി കാണിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റാറ്റിക് GK. ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ? യുനെസ്കോ എന്നൊക്കെ പറഞ്ഞിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഡാൻസ് ഫോംസ് എന്ന് പറഞ്ഞിട്ടും, ആർട്ട് ഫോംസ് എന്ന് പറഞ്ഞിട്ടും, കൾച്ചറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റാറ്റിക് GK. സ്പോർട്സിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാറുണ്ട്, ഒരുപാട് ഏരിയാസ് ചോദിക്കാറുണ്ട്.
അപ്പോൾ അത് പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട്, അല്ലെങ്കിൽ എക്സാമിനോട് അടുത്ത് മാത്രമേ പഠിക്കാറുള്ളൂ. അതൊരു പ്രശ്നമാണ്. കാരണം ചില സമയങ്ങളിൽ, കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഷിഫ്റ്റിൽ 9 ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാറ്റിക് ജി കെ എന്ന് ചോദിച്ചത്. അതായത് 11 ജി കെ ക്വസ്റ്റ്യൻസിൽ, ഓക്കെ അതറിയാത്ത ആളുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പറഞ്ഞുതരാം. നമുക്ക് എക്സാമിന് ആകെ ചോദിക്കുന്നത് 20 ജി കെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒരു ഷിഫ്റ്റിൽ ഞാൻ കണ്ടിരുന്നു 9 ജി കെ ക്വസ്റ്റ്യൻസ് എന്ത് ചോദിച്ചിട്ടുണ്ട്, സ്റ്റാറ്റിക് ജി കെ തന്നെ ചോദിച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ ഓവറോൾ ആവറേജ് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് സാധാരണയായിട്ട് 5 മുതൽ 7 വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ട നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 7 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 14 മാർക്കാണ്. എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 14 മാർക്ക് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം എക്സാം എഴുതിയ ആളുകളോട് ചോദിച്ചാൽ മതി. കഴിഞ്ഞ വർഷം എക്സാം എഴുതിയിട്ട് കട്ട് ഓഫിന് എത്താൻ 1 മാർക്കിൽ അല്ലെങ്കിൽ 0.5 മാർക്കിൽ മിസ്സായി പോയ ഒരുപാട് ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം 14 മാർക്ക് എന്ന് പറയുന്നത് സ്വർഗമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്റ്റാറ്റിക് ജി കെ പഠിച്ചു തുടങ്ങാൻ ശ്രമിക്കണം. ഓക്കെ, അവിടെ എങ്ങനെയാ പഠിക്കേണ്ടത്? സ്റ്റാറ്റിക് ജി കെ പഠിക്കാൻ നമുക്ക് എന്തെങ്കിലും ബേസ് ഒക്കെ വേണോ? അയ്യോ എനിക്ക് ബേസ് ഇല്ല, അപ്പൊ ഞാൻ എങ്ങനെ സ്റ്റാറ്റിക് ജി കെ പഠിക്കും? ഒരു ബേസും വേണ്ട. നമ്മൾ കുറേ സ്റ്റേറ്റ്മെന്റുകൾ പഠിക്കുകയാണ്. ഓക്കെ, ഇന്ന സ്ഥലത്താണ്, ഇന്ന സംസ്ഥാനത്തിലാണ് ഇന്ന ഒരു ആർട്ട് ഫോം. അപ്പൊ കഥകളി എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ കേരളത്തിലാണെന്നുള്ളതിന് നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടോ? അത് കേട്ട് 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 ഓർമ്മിച്ച് വെച്ചതല്ലേ. അതുപോലെ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ കേട്ട് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പൊ സത്രി എവിടെയാന്ന് ചോദിച്ചു, അത് നമ്മൾ കേട്ട് ശീലിച്ചിട്ട് നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അപ്പോൾ കൃത്യമായി സ്റ്റാറ്റിക് ജി കെ പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റാറ്റിക് ജി കെ ഉള്ളത്? ഞാനിപ്പോൾ പറഞ്ഞ പോലുള്ള ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഇത് ഓരോന്നായി പെറുക്കിയെടുത്ത് പഠിക്കലാണ് നിങ്ങൾ ആദ്യത്തെ ടാസ്ക്. ഇത് പഠിച്ചിട്ട് അടുത്തേക്ക് പോകുന്നതാണോ? അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ എല്ലാ ദിവസവും ഒരു സമയം എന്തിനു വേണ്ടി മാറ്റി വെക്കുക? സ്റ്റാറ്റിക് ജി കെ. ഇല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസത്തിലെ കൂടുതൽ സമയം സ്റ്റാറ്റിക് ജി കെക്ക് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് കറണ്ട് അഫയേഴ്സ് ആണ്. ഈയിടെയായിട്ട് SSCയിൽ കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ എത്ര വർഷത്തത് പഠിക്കണം എന്നൊരു ചോദ്യമുണ്ട്. അവസാനത്തെ 2 വർഷത്തത് പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്താൽ മതിയടാ, ഓരോ ആഴ്ചയും ഓരോ മാസത്തത് അങ്ങ് പഠിക്കുക. ഇപ്പോൾ ഈ ആഴ്ചയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വർഷം ജനുവരിയിൽ അത് പഠിക്കുക, പിന്നെ അങ്ങോട്ട് പുറകോട്ട് അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഒരു വർഷമാകുമ്പോൾ പിന്നെ ബാക്കോട്ടും കൂടെ പഠിക്കുക. ഇപ്പൊ ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ഏതെങ്കിലും മാസങ്ങൾ പിക്ക് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമുക്ക് എക്സാം നടക്കാൻ പോകുന്ന അടുത്ത ഒരു മാർച്ച് മാസത്തിലാണെങ്കിൽ, അടുത്ത മാർച്ച് മാസത്തിലാണെങ്കിൽ ഈ ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അറ്റ്ലീസ്റ്റ് പഠിച്ചു, ഇല്ലെങ്കിൽ 6 മാസം മുന്നേ വരെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ളതെങ്കിലും കൃത്യമായി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ഈ ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും സേഫ്. അത് ഇപ്പോഴേ തുടങ്ങുക, എക്സാമിന്റെ തലേ ദിവസം പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇനിയുള്ളത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിലും അത്യാവശ്യം 3 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പക്ഷെ അത് ഉറപ്പല്ല. ഹിസ്റ്ററിയിൽ അത്രത്തോളം ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയില്ല. ചില എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ആവറേജ് എത്ര പ്രതീക്ഷിക്കാം? 3 മുതൽ 5 വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകൾ. നിങ്ങൾ പറ, നിങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവുക മാത്സ് പഠിക്കണം എന്നല്ലേ? അല്ലേ? മാത്സ് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കുന്ന ഏരിയ? അല്ല, ഇതാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ. അപ്പൊ ഇവർക്കാണ് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മൊത്തം ഇരുന്ന് തന്നെ പഠിക്കണം എന്നാണോ? അങ്ങനെയേ അല്ല പറയുന്നത്. കുറച്ച് സ്ഥിരമായി ഇവർക്ക് കുറച്ച് സമയം കൊടുക്കണം. അതാണ് ഇവര് എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? നമ്മൾ ഗേൾ ഫ്രണ്ട്സിനെ പോലെ കാണണ്ട, നമ്മൾ ഭാര്യമാരെ പോലെ കാണണ്ട, നമ്മൾ അമ്മമാരെ പോലെ കണ്ടാൽ മതി. എല്ലാ ദിവസവും കുറച്ച് സമയം ഇവർക്ക് കൊടുക്കണം. ഒരുപാട് സമയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊന്നും നടക്കാൻ പോകുന്നില്ല. കുറച്ച് സമയം എന്ത് ചെയ്യുക? ഇവർക്ക് കൊടുക്കുക. എന്നാലും എല്ലാ ദിവസവും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് അവിടെ ഓർക്കേണ്ട കാര്യം. അടുത്തത് നമ്മളെ ഇഷ്ടപ്പെട്ട റീസണിങ്ങിലെ കോഡിങ് ഡിക്കോഡിങ് ആണ്. എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ ഏരിയ ആണ് കേട്ടോ കോഡിങ് ഡിക്കോഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ A1 B2 എന്നൊക്കെ എഴുതി പഠിക്കും. ഇത് റീസണിങ് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? കോഡിങ് ഡിക്കോഡിങ് പഠിച്ചു തുടങ്ങണം കേട്ടോ. ശരി, അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഇത് മനപ്പാടാക്കാൻ വേണ്ടി, ഇത് കാണാപ്പാടം പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അപ്പൊ K എന്ന് ചോദിച്ചാൽ 11 പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഐഡിയയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി കഴിയണം. ഇനി അടുത്തതാണ് പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. പൊളിറ്റിയിൽ നിന്നും അത്യാവശ്യം നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ചോദിക്കാറുണ്ട്. അഥവാ ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണെങ്കിൽ അത്തവണ ചിലപ്പോൾ പൊളിറ്റിയിലായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അടുത്തതാണ് പെർസെൻറ്റേജ്. നമ്മളെ ആദ്യത്തെ മാത്സ് ടോപ്പിക് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, പെർസെൻറ്റേജിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇത് പെർസെൻറ്റേജിൽ നിന്ന് ചോദിക്കുന്നതിനേക്കാളും ക്വസ്റ്റ്യൻസ് വേറെ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ പെർസെൻറ്റേജ് ആദ്യം വെച്ചു എന്ന് ചോദിച്ചാൽ ഇതൊരു ബേസ് ആണ്. ഇവൻ ഉണ്ടെങ്കിലേ ബാക്കി ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും, എന്നാൽ ബേസുമാണ്. അതുകൊണ്ട് പെർസെൻറ്റേജിന് നിങ്ങൾ വലിയൊരു പ്രാധാന്യം എന്ത് ചെയ്യണം? കൊടുക്കണം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ടോപ്പിക്കിൻ്റെ എണ്ണം കൂട്ടാൻ പോവുകയാണ്. അടുത്ത സെല്ലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഡ് വൺ ഔട്ട് ക്ലാസിഫിക്കേഷൻ. ഈ ഒരു ഏരിയയിൽ നിന്നും റീസണിങ് ആണ്
നമുക്ക് 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ നമ്പർ സീരീസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഏരിയയാണ്. എന്നാൽ ചിലരൊക്കെ ഭയങ്കര കിളി പാറിയ പോലെ അയ്യോ എനിക്ക് കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഏരിയ പ്രാക്ടീസ്. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് സൊല്യൂഷനൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും. ഓക്കെ, നമ്പർ സീരീസ് പഠിക്കാൻ എന്തെങ്കിലും ട്രിക്കുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റിൽ ഒന്ന് പറയുക. ഈ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ. ഇനി അത് കഴിഞ്ഞ അടുത്താണ് ജോഗ്രഫി. നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഹിസ്റ്ററി, അതുപോലെ തന്നെ പൊളിറ്റി, അതുപോലെ തന്നെ ജോഗ്രഫി, ഇവർ 3 പേരും ഒരാൾ കുറഞ്ഞാൽ മറ്റേ ആൾ കൂടുന്നുള്ള ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, ഒന്നെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ഉണ്ടാവും, അല്ലെങ്കിൽ പൊളിറ്റിയിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ ജോഗ്രഫിയിൽ നിന്നുണ്ടാവും. ചിലപ്പോൾ ഇതിൽ നിന്ന് 3-ൽ നിന്നും ഒരേ ലെവലിലേക്ക് ഉണ്ടാവും. എല്ലാത്തിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യില്ല, ചോദിക്കില്ല. ഏതെങ്കിലും ഒരാൾ ഒരുപാട് ചോദിക്കുകയാണെങ്കിൽ മറ്റേ ആൾ കുറച്ച് കുറയും. അപ്പൊ ഇവരെ 3 പേരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരേ ലെവലിൽ കാണേണ്ടതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി പഠിക്കുക. എല്ലാ ദിവസവും ഒന്നും ഹിസ്റ്ററി പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കൃത്യമായി സിലബസ് കവർ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ക്വിസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മോക്കൊക്കെ ചെയ്യുമ്പോഴോ പുതിയ ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഓർഡറിൽ നിങ്ങൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി വരുന്ന ഏരിയയാണ് മാത്സ്. മാത്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ. 2 ഏരിയാസിൽ നിന്ന് അത് എളുപ്പമുള്ള ഏരിയാസ് ആണ് കേട്ടോ. നിങ്ങൾ പെർസെൻറ്റേജ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എളുപ്പമാണ്, അതുപോലെ തന്നെ റേഷ്യോ പ്രൊപ്പോർഷനും എളുപ്പമാണ്. അപ്പോൾ ഈ 2 ടോപ്പിക്കുകളും അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ്. ഇത് രണ്ടും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തന്നെ 4 കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിയാക്കാൻ പറ്റും. അടുത്തതാണ് വൊക്കാബുലറി. ഓക്കെ, വൊക്കാബുലറിയിൽ ഞാനിവിടെ ഇത്രയും 3 ഐഡിയാസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് മാത്രമൊന്നുമല്ല, നമുക്ക് ഇഡിയംസ് ഒക്കെ ഇതിൽ വരും. ഓക്കെ, അപ്പോൾ വൊക്കാബുലറി എവിടെ നിന്ന് പഠിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഈ ചാനലിൽ നമ്മളെ ഗോപിക മിസ് എല്ലാ ആഴ്ചയും വൊക്കാബുലറിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഒരൊറ്റ ആൾ പോലും കാണാറില്ല. കാരണം അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ആളുകൾ കുട്ടികൾ എങ്ങനെ പഠിക്കുന്നതെന്ന് നോക്കണം. അവരൊരു വൊക്കാബുലറിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റേ പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് വീണ അവസ്ഥയിൽ അവർ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ട് പോകും. ഓക്കെ, ചിലർ അതിൽ അങ്ങ് എൻജോയ് ചെയ്തിട്ട് അതന്നെ അങ്ങ് പഠിച്ചുകൊണ്ടിരിക്കും. കാരണം അത് അത്യാവശ്യം നല്ല സ്കോർ തരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ 10 ക്വസ്റ്റ്യൻസ് എങ്കിലും എന്തായിരിക്കും, വൊക്കാബുലറി ആയിരിക്കും. എന്നാലും പഠിക്കൂല. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല എന്ന് തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ യൂണിഫോം ഇടാൻ കഴിയില്ല. എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ ഓക്കെ ഞാൻ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ നമ്മൾ GK പഠിക്കുന്ന പോലെ ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും. അങ്ങ് പഠിക്കുക. ഇംഗ്ലീഷ് എന്നുള്ള പേര് കേൾക്കുന്നതാണ് നമ്മളെ പ്രശ്നം. അപ്പോൾ നമുക്ക് അങ്ങ് ടെൻഷനാവും. നമ്മൾ നരേന്ദ്രമോദി, പിണറായി വിജയൻ, VD സതീശൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ആ കൂടെയാണ് ഇംഗ്ലീഷിനെ കാണുന്നത്. നമ്മളങ്ങ് ടെൻഷനാണ്. പിന്നെ നമുക്കതങ്ങ് ഡീൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വൊക്കാബുലറി പഠിച്ചു തുടങ്ങുക. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വൊക്കാബുലറിൻ്റെ ഓരോ ക്ലാസ്സുകൾ കണ്ടാൽ മതി. ഇപ്പം തന്നെ DO EO ഒക്കെ ആയിട്ടുണ്ട്. അത്രയും ലെറ്റേഴ്സിൻ്റെ വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നിട്ട് അവസാനം പറയും അയ്യോ എനിക്ക് പഠിക്കാനായിട്ട് കണ്ടന്റ് ഇല്ലേ. കണ്ടന്റ് ഇല്ലാത്തതല്ല പ്രശ്നം, കണ്ടന്റ് നിങ്ങൾ ഉപയോഗിക്കാത്തതാണ് പ്രശ്നം. അപ്പോൾ അത് ഒന്ന് കാര്യമായി മനസ്സിലാക്കുക. ഇനി അടുത്തത് ഒരു മാത്സ് ഏരിയ ആണ്. ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മാത്സിലാണ്. ഒന്നാമത്തത് ആവറേജ് ആണ്. ആവറേജും മറ്റു ടോപ്പിക്കുകളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. റേഷ്യോ ആയിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് റേഷ്യോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആവറേജിലേക്ക് കയറി ആവറേജ് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ സിമ്പിൾ കോമ്പൗണ്ട് ആണ്. പെർസെൻറ്റേജ് അറിയാവുന്ന ഒരാൾക്ക് സിമ്പിൾ കോമ്പൗണ്ട് പഠിക്കാൻ പറ്റും. ടൈം ആൻഡ് വർക്കാണ്. നമ്മൾ റേഷ്യോ ഒക്കെ അത്യാവശ്യം അറിയാവുന്ന ഒരാൾക്ക് ടൈം ആൻഡ് വർക്ക് ഓക്കെയാണ്. മെൻസുറേഷൻ എടുത്തു നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്, പക്ഷെ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മെൻസുറേഷൻ. അത് ഒന്ന് ശ്രമിച്ചാൽ പറ്റും. പക്ഷെ നിങ്ങൾ അവസാനത്തേക്ക് വെച്ചോ, കുഴപ്പമില്ല. ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങളെ. അത് നിങ്ങൾ അവസാനത്തേക്ക് വെച്ചോളാം. അവസാനത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് അതിലേക്ക് കടക്കുക. ചിലർക്ക് മെൻസുറേഷൻ പഠിക്കാൻ പ്രശ്നമായിരിക്കും. സർക്കിൾ ഉണ്ട്, സർക്കിളിന് റേഡിയസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ ബോധം പോകും, എന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസാനത്തേക്ക് വെക്കുക. ഐ വിൽ ഹെൽപ്പ്. ഓക്കെ, അടുത്തത് നമ്പർ സിസ്റ്റവും അതുപോലെ തന്നെ LCM HCF 2 ടോപ്പിക്കുകളാണ്. അതിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ചില സമയങ്ങളിൽ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അതൊരു ടോപ്പിക് ഒന്നുമല്ല, നമ്മൾ കുറേ കാൽക്കുലേഷൻസ് ഒന്ന് സോൾവ് ചെയ്യുന്ന പരിപാടിയാണ്. അത് പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഒക്കെ വീഡിയോസ് ആയിട്ട് ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാനുള്ളൊരു സോഴ്സ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ മുന്നിലേക്ക് ഈ സാധനങ്ങളൊക്കെ തരും. ഓക്കെ, അപ്പോൾ ഈ ഒരു പരിമിതമായ സമയത്ത് എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ പഠിപ്പിച്ച് എക്സാമിന് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ തീർച്ചയായും അത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളാം.
അടുത്ത സെറ്റാണ്. അടുത്ത സെറ്റിൽ കൂടുതലും റീസണിങ് ആണുള്ളത് കേട്ടോ. റീസണിങ്ങിൽ അനലോഗീസ് ഉണ്ട്. അനലോഗീസ് കുറച്ച് എളുപ്പമുള്ള ടോപ്പിക്കാണ്. എന്നാൽ സിലോജിസം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ മെൻസുറേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സിലോജിസത്തിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് പണിയാണ്. നമുക്ക് ചിലപ്പോൾ ഒരു ക്ലാസ് കണ്ടാലൊന്നും മനസ്സിലാവില്ല. നമ്മൾ വീണ്ടും വീണ്ടും അത് കാണുകയും ഡൗട്ട് ചോദിക്കുകയും ക്ലിയർ ചെയ്യേണ്ടതൊക്കെ ആയിട്ടുള്ള ആവശ്യം വരും. ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ ഹെൽപ്പ് ചോദിക്കുക. ഒരാൾ എന്താ പറയുക, ഒരു മെൻറ്ററിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് അറിയാവുന്ന ഒരാൾക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം ഐഡിയ ഉള്ളതാണെങ്കിൽ ഓടി അയാളെടുത്ത് പോവുക. ഒരു ദിവസം ഒന്ന് സിലോജിസം പറഞ്ഞു തരാൻ പറയുക. അത് കേട്ട് മനസ്സിലാക്കിയിട്ട് സെറ്റ് ആക്കുക. അടുത്തത് ബ്ലഡ് റിലേഷൻ ആണ്. ബ്ലഡ് റിലേഷൻ എളുപ്പമാണ്, പക്ഷെ അവിടുത്തെ പ്രശ്നം ഇംഗ്ലീഷ് വായിക്കാൻ നല്ലപോലെ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ പണിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിൽ തന്നെ വായിച്ചിരിക്കുക. ഇംഗ്ലീഷും സെറ്റാവും, ബ്ലഡ് റിലേഷനും സെറ്റാവും, റീസണിംഗ് ഒക്കെ അത്യാവശ്യം നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. റീസണിംഗ് ആർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ വീക്ക് ആയതുകൊണ്ടാണ്. അതിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലായി എന്ന് വരില്ല. രണ്ടാമത്തത് വായിച്ചാൽ മനസ്സിലായി എന്ന് വരില്ല. എന്നിട്ട് അതിനെ എങ്ങനെയെങ്കിലും അതിന്റെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുക. അങ്ങനെ ഒരു 10-30 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ ഇംഗ്ലീഷ് ഭയങ്കര ബെറ്റർ ആവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നടക്കാൻ പഠിക്കുന്ന പോലെയാണ്. ആദ്യം നടക്കുമ്പോൾ വീഴും, പിന്നെ നടക്കുമ്പോൾ വീഴും എന്ന് വെച്ച് നമ്മൾ ജീവിതത്തിൽ നടക്കാണ്ടിരുന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുപോലെ ആ ഒരു ആഗ്രഹമാണ്, നമുക്ക് നടക്കണം, ഓടണം, ക്രിക്കറ്റ് കളിക്കാൻ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ. ആ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ചെറുപ്പത്തിൽ നമ്മൾ നടന്നത്. അതുപോലെ തന്നെ യൂണിഫോം ഇടണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് നിങ്ങൾ വായിച്ച് അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇനി അത് വൊക്കാബുലറിയിൽ അടുത്ത സെറ്റാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ വൊക്കാബുലറിയിൽ ഞാൻ പറഞ്ഞു 5-6 ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ പറഞ്ഞത്. അതിൻ്റെ കൂടെ ഒരു 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 5ഉം 2ഉം 7 ക്വസ്റ്റ്യൻസ് വൊക്കാബുലറിയിൽ തന്നെ ഉണ്ട്. ഇനി സ്പെല്ലിംഗ് ചെക്കിന്റെ ഒരു 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ തന്നെ എത്രയായി? 9 ക്വസ്റ്റ്യൻ ആയി. അല്ലെങ്കിൽ നമുക്ക് അതാണ് ഞാൻ ഏകദേശം എത്ര പറഞ്ഞത്, ഒരു 10 ക്വസ്റ്റ്യൻസ് എങ്കിലും വൊക്കാബുലറിയിൽ നിന്നും പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം ഭയങ്കര എളുപ്പമുള്ള രസമുള്ള ടോപ്പിക്കാണ്. നമ്മളെ ലോജിക്കിനെ ഒന്ന് കൺഫ്യൂസ് ആക്കുന്ന, സിലോജിസം പോലെ എന്നാൽ കുറച്ചും കൂടെ എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഒന്ന് ട്രൈ ചെയ്യുക. സിമ്പിളാണ് സംഭവം. നമ്മൾ പാനിക് ആവുന്നതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആക്കുക. ഓക്കെ, അവസാനത്തെ സെറ്റ് ഞാൻ 30 ടോപ്പിക്കുകളാണ് പറഞ്ഞത്. 30 ഇല്ല, അറൗണ്ട് 30 അപ്പോൾ ആ 30 ടോപ്പിക്കുകളിലെ അവസാനത്തെ സെറ്റാണ് ടൈം സ്പീഡ് ഡിസ്റ്റൻസ്, എറർ ഡിറ്റക്ഷൻ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്. ഈ 2 സാധനങ്ങളും ഇംഗ്ലീഷിന്റെ ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇംഗ്ലീഷ് ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണത്. അത് ഞാൻ അവസാനത്തേക്ക് വെച്ചത്. അതിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുമെങ്കിലും നമുക്കത് ബിൽഡ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല, ഒരു യൂട്യൂബ് കുറച്ച് ക്ലാസ്സുകൾ കണ്ടതുകൊണ്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നല്ല പ്രാക്ടീസോ നല്ല മെൻറ്ററിങ്ങോ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ്, അതിൽ നിങ്ങൾ നിരാശപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ അത് അവസാനത്തേക്ക് വെച്ചത്. ഇനി പിന്നെയുള്ള മാത്സിന്റെ ടോപ്പിക്കാണ് ടൈം സ്പീഡ് ഡിസ്റ്റൻസ്. നമ്മളിതിൽ ഒരുപാട് ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാനുള്ള കാരണം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ നിന്നൊക്കെ ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം അതൊന്നും പഠിക്കാൻ പാടില്ല എന്നല്ല. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ കാണേണ്ട 30 ടോപ്പിക്കുകൾ ഇതാണ്. ഇതൊന്ന് സെറ്റാക്കി എടുത്ത് ഇതിലെനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാലാണ് നിങ്ങൾ അടുത്ത സെറ്റിലേക്ക് കടക്കേണ്ടത്. ഓക്കെ, അല്ലാതെ അനാവശ്യമായ സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരുപാട്, ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. എക്കണോമിക്സ് നമുക്ക് ചോദിക്കൂടാ, എന്നാലും നമുക്ക് കൂടുതൽ സാധ്യത എവിടെയാണോ അവിടെ നിങ്ങൾ സമയം ഇനീഷ്യലി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു ഗ്രൗണ്ട് സ്ട്രോങ് ആയി, നമ്മൾ നിൽക്കുന്ന മണ്ണ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഈ ഒരു 30 ടോപ്പിക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. നമുക്ക് നോക്കിയപ്പോൾ തന്നെ അറിയാലോ, ഒരു ടോപ്പിക്കിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, 30 ടോപ്പിക്ക്, ഞാൻ 27 ടോപ്പിക്ക് എടുത്തത്. 27 ടോപ്പിക്കിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞാൽ 54 ക്വസ്റ്റ്യനായി. 2 അല്ല, ചിലതിൽ അതിലും കൂടുതലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 ക്വസ്റ്റ്യൻ കവർ ചെയ്യാനുള്ള ഏരിയയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ. എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു 20 ക്വസ്റ്റ്യനേ ഉള്ളൂടാ. ബാക്കി 20 ക്വസ്റ്റ്യന് വേണ്ടിയല്ല നിങ്ങൾ സമയം കളയേണ്ടത്, ഈ 50 അല്ലെങ്കിൽ 60 ക്വസ്റ്റ്യന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓടി നടന്നിട്ട് അയ്യോ എനിക്ക് പഠിക്കണേ, എന്നാൽ എനിക്ക് എൻ്റെ അടുത്ത് പഠിക്കാനൊന്നും ഇല്ലേ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയല്ല വേണ്ടത്. ആകെ ഒരു 30 ടോപ്പിക്ക് മുന്നിലുണ്ട്. നമ്മളെ മുന്നിൽ ഒരു 3-4 മാസം സമയമുണ്ട്. കണ്ണും പൂട്ടി കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ അതിൽ നിന്നും സമയം കണ്ടെത്തി നമ്മളെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി സമയം മാറ്റി വെച്ച് ധൈര്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൂടെ നമ്മളുണ്ടാവും. അതിൻ്റെ കൂടെ ഒരു സന്തോഷമുള്ളൊരു വാർത്തയും കൂടെ പറയാം. നമ്മുടെ 2026 SSC GDക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻ. ഓക്കെ, ഒരു സെഷൻ അല്ല, കണ്ടിന്യൂസ് സെഷൻസ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ ദിവസവും സെഷൻസ്.
ഓക്കെ, എല്ലാ ദിവസവും എന്തെങ്കിലും സെഷൻസ്, അതുപോലെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും, ഞാനിപ്പോൾ മാത്സ് മാത്രമേ ഇടയ്ക്ക് എടുക്കാറുണ്ടായിരുന്നുള്ളൂ, എല്ലാ സബ്ജക്റ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സെഷൻസ് നിങ്ങൾക്ക് ഒരു വീക്കിലി, എല്ലാ ദിവസവും ഇല്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസമെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ക്ലാസ്സുകൾ കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് നാളെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പം നാളെ വൈകിട്ട് 7 മണിക്ക് ഈ ഒരു ചാനലിൽ, ഈ ഒരു പരിസരത്ത് നിങ്ങൾ ഉണ്ടാവുക. നാളെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഈ ഒരു PDF ഞാൻ ഷെയർ ചെയ്ത് തരും. ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതുപോലെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മറന്നു പോകരുത്. ഇത്രയും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. നാളെ ഈ ഒരു സമയത്ത് 7 മണി സമയത്ത് ചാനലിൽ ഉണ്ടാവണം, മറന്നു പോകരുത്. താങ്ക് യു.